സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും UDFന്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ ശ്രീ VD സതീശനും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. എല്ലാ വിഷയത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്തിമമായ ഒരു വിധി വന്നിട്ടില്ല. നമുക്കറിയാമല്ലോ, 6 പേരാണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ശിക്ഷാവിധി രേഖപ്പെടുത്താനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ മുകളിലോട്ട് കോടതികളുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ 6 പേരെക്കുറിച്ച് കോടതി പറഞ്ഞതിൽ നിന്ന് ഈ 6 പേർക്കും അതിജീവിതയുമായി യാതൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ മുൻപ് വല്ല വിരോധമോ ഉണ്ടെന്നൊന്നും ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു കോൺസ്പിറസി ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഈ കേസിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നതായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ പൊതുജന സമൂഹം അതിജീവിതമാരോടൊപ്പമാണ്. കോൺഗ്രസ് അതിൽ നിന്ന് വിഭിന്നമായ വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവർ ഒരിക്കലും വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്താൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സ്വന്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അത് ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടവരോട് രേഖപ്പെടുത്താം. അതേസമയം ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങൾ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കപ്പെടും. ഇത് മുന്നണിയുടെ അഭിപ്രായമാണോ പാർട്ടിയുടെ അഭിപ്രായമാണോ? ഇത് മുന്നണിയുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിക്കും മുന്നണിക്കും ഒരൊറ്റ അഭിപ്രായമാണുള്ളത്. ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും അത് വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വ്യക്തിപരമായ